شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كقول بعضكم وكجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله مولانا العلي. ഏറ്റവും ബഹുമാനാദരവുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഒന്നിരായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി, വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രഗത്ഭനായ അതിൻ്റെ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി സാഹിബ്, ഒന്നിരായ സയ്യിദലി ഹാജി, മറ്റൊരു വേദിയിൽ പുരുഷായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, ഏറ്റവും വളരെ പുണ്യമായ അതോടൊപ്പം വളരെ പ്രൗഢമായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘടനകളും അതിലെ സ്നേഹനിധികളായ വിദ്യാർത്ഥികളും കൂടി ഒരു പ്രത്യേകമായ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫബിദാലിക ഫല്യഫ്റഹു എന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷുഹൂർ ദാറുൽ ഹുദ മീലാദ് ക്യാമ്പയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പരിപാടിക്ക് അവർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ദേശീയ തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. ബഹുമാനമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ നബിയുടെ ആ വ്യക്തിത്വം മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത പല ഖുസൂസിയത്തുകളെ കൊണ്ട്, പല പ്രത്യേകതകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പ്രത്യേകത നൽകി, അല്ലാഹു ബഹുമാനിച്ചു, ആദരിച്ചു. സർവ്വ അമ്പിയാക്കന്മാരും അവരെ തബീഅത്ത്, അവരുടെ ആ പ്രകൃതി, അതിനെ സംബന്ധിച്ച് നമുക്കറിയാം. വസിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമാവുന്നതായ ഒരു വിഭാഗമായിട്ടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തി. ഉലൈകല്ലദീന ഹദൈനാഹും ഫബിഹുദാഹും മുഖ്തദി. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ പറഞ്ഞ് അല്ലദീന സ്തഫൈനാഹും, അവരെ പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണ ഒരു പ്രത്യേകമാവുന്ന ഒരു ഫിത്രത്ത്, അവരെ ഒരു പ്രകൃതി, അവരെ തബീഅത്ത്, അതിൻ്റെ സ്വഭാവം സാധാരണ മനുഷ്യന്മാർക്കുള്ള ഫിത്രത്ത് പോലെയല്ല, സ്വഭാവം പോലെയല്ല. ഈ വിഷയത്തിൽ സർവ്വ അമ്പിയാക്കന്മാരും അവർ സമന്മാരാണ്. എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്നതായ ഒരു ഫിത്രത്തിനെ,
അവരുടെ ആ പ്രകൃതിൻ്റെ സ്വഭാവം, അവരുടെ ആ തബീഅത്തിൻ്റെ സ്വഭാവം അത് മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ, മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായ ഒരു പ്രത്യേക ഒരു ഫിത്രത്തായിരിക്കും, ഒരു തബീഅത്തായിരിക്കും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അൽ അംബിയാഹു മഅ്സൂമൂൻ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവർ പാപ സുരക്ഷിതരാണ്. അല്ലത്തി മിൻ കുല്ലി ഫിഇലിൻ ഔ ഖൗലിൻ ഔ ഹർക്കത്തിൻ ഔ സുകൂനിൻ അല്ലത്തി യുഖാലിഫു മഖാമുഹുമുൽ അഅല, അവരുടെ ആ ഉയർന്ന പദവിയോട് യോജിക്കാത്ത ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ഏതെല്ലാം വാക്കുകളുണ്ടോ, ഏതെല്ലാം ചലനങ്ങളുണ്ടോ, സർവത്തിലെ തൊട്ടും അമ്പിയാക്കന്മാർ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ടുള്ള സംരക്ഷണം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹു അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആ പ്രത്യേകമായി കൊണ്ട് ഈ അവസ്ഥയിൽ, ഈ വിഷയത്തിൽ സർവ്വ അമ്പിയാക്കന്മാരും അവർ സമന്മാരാണ്. അവരിൽ നിന്ന് അവരെ നുബുവത്തിൻ്റെ മുമ്പ് തന്നെ, നുബുവത്തിൻ്റെ ശേഷവും നുബുവത്തിൻ്റെ മുമ്പും അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ വഫാത്ത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരിൽ നിന്ന് ചെറുതും വലുതുമാവുന്ന ഒരു തെറ്റുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മുഹഖഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. വലവ് സഹുവെന്ന അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ല. വലവ് ഖബല നുബുവത്തി, അത് നുബുവത്തിൻ്റെ മുമ്പാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നുബുവത്തിൻ്റെ മുമ്പ് തന്നെ അവരിൽ നിന്നിട്ട് എന്തെങ്കിലും നിൽക്കുന്നതായ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ആ ശരീഅത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹം മോശമായി കാണുന്നതോ ആവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ അവർ രൂപത്തിന് മുമ്പ് അവരുന്നുണ്ടാവില്ല. അവരെ സുഖവൻ അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സർവ്വ അമ്പിയാക്കന്മാരെയും അള്ളാഹു പ്രത്യേകമായി കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഈ ഒരു സംരക്ഷണം അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരവസ്ഥയാണ്. ഇതിന് വിപരീതമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു നബിമാരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതുമല്ല. അപ്പോൾ നുബുവത്തിൻ്റെ മുമ്പാണെങ്കിലും നുബുവത്തിൻ്റെ ശേഷമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവിധ തെറ്റുകളിൽ നിന്നിട്ടും, അത് ദോഷാവട്ടെ വന്തോഷാവട്ടെ, അതൊന്നും അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാന്മാരാവുന്ന മുഹഖഖീകളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം അതാണ്, എന്നതുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ വിശ്വസിക്കുന്നത് അമ്പിയാക്കന്മാർ ഉഹും മുലാസിമൂന ഹദ്റത്തുൽ ഖുദൂസ്, അവർ സർവ്വസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തിരുഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്നവരായി, അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടുകൂടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും മആശിറുൽ അംബിയാ, ഞങ്ങൾ അമ്പിയാക്കന്മാർ, ഞങ്ങൾക്കുള്ള ഹൃദയം അത് ഉറങ്ങുന്നതല്ല. അവരെ ഹൃദയത്തിലേക്ക് ഉറക്ക് സംഭവിക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഉറക്കമുണ്ടാവേണ്ട ഗുണം അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ണ് അവരടച്ചു കിടന്നാൽ തന്നെ മതി. കാരണം അവരെ ഹൃദയം സദാസമയത്തും ആലമുൽ മലക്കൂത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറക്കുണ്ടാവുന്നതല്ല, ഞങ്ങളുടെ ഹൃദയം ഒരിക്കലും ഉറക്കും. ഇത് സർവ്വ അമ്പിയാക്കന്മാർക്കുള്ള സ്വഭാവങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സർവ്വ അമ്പിയാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമാവുന്നതായ ചില പ്രത്യേക ഖുസൂസിയാത്തുകൾ, പ്രത്യേകമാവുന്നതായ പദവികളെ കൊണ്ടും പ്രത്യേക കാര്യങ്ങളെ കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ചില പ്രത്യേക സിഫാത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തിയതുപോലെ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അമ്പിയാക്കന്മാരിൽ നിന്ന് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ദോഷത്തിൻ്റെ മേലിൽ അവർക്ക് ആ ദോഷം ഉണ്ടായാലേ ദോഷത്തിനെ പുറത്തു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു നബിമാരിൽ നിന്നും ഒരിക്കലും ദോഷം ഉണ്ടാവാൻ പാടുള്ളതല്ല, ഒരു നിലക്കുള്ള ദോഷം ഉണ്ടാവില്ല. ചെറിയ ദോഷമാണെങ്കിലും വന്തോഷമാണെങ്കിലും ഒന്നും ഉണ്ടാവാൻ പാടില്ല.
പക്ഷേ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അമ്പിയാക്കന്മാരും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ള അമ്പിയാക്കന്മാരൊക്കെ സമന്മാർ തന്നെയാണ്. അവർക്ക് ഓരോ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നുബുവത്ത് നൽകി കൊടുത്ത് അവരെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിത്തീരുന്ന ചില മോശമായ അനാചാരം അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ പലതും ഉണ്ടാവാം. ഓരോ കാലഘട്ടത്തിൽ ഓരോ അമ്പിയാക്കന്മാർ ഇവിടെ വന്നപ്പോഴും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ബഹുദൈവ വിശ്വാസികൾ ഇവിടെ ഉണ്ടാവും, അതല്ലാത്ത വിശ്വാസികളുണ്ടാവും, നിരോധിക്കപ്പെട്ട പലതും ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കായിരിക്കും അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. അങ്ങനത്തെ ആ സന്ദർഭത്തിൽ ആ സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ കാലഘട്ടത്തിൽ അന്ന് നടന്നു പോരുന്നതായ ഏതെങ്കിലും നിലക്കുള്ളതായ എന്തെങ്കിലും മോശമായ സംഗതികളുമായിട്ട് അമ്പിയാക്കന്മാർ ഒരിക്കലും അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് ഏതെങ്കിലും നിലക്കുള്ളതായ തെറ്റ് വരുന്നതിന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് അല്ലാഹു അവരെ കാത്തു സൂക്ഷിച്ചു. രൂപത്തിൻ്റെ മുമ്പ് തന്നെ അവരുടെ ആ കാലഘട്ടത്തിൽ അവരെ അല്ലാഹു നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്നതായ സർവ്വ മോശമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു നബി ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് വഫല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ബിഅ്സത്തിൻ്റെ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന പല വൃത്തികേടുകളുണ്ടായിരുന്നു. ബഹുദൈവാരാധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുദൈവാരാധന നടത്തിയിട്ടില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പല ഉത്സവങ്ങൾ, പല മോശമാവുന്നതായ പല കാര്യങ്ങളും നടത്തപ്പെടുന്ന പല സംഭവങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പങ്കെടുക്കാറില്ല. ഞാനങ്ങ് പങ്കെടുത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തിരുന്ന് പ്രത്യേകമാവുന്ന ഒരു ഇസ്മത്ത് അവിടെ ഏർപ്പെടുത്തിയിരുന്നു. നബി ഉറങ്ങിപ്പോവുക. ചുരുക്കം ചില അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലരും പ്രേരിപ്പിച്ചു. അന്ന് ജാഹിലിയത്തിൽ നടന്നിരുന്ന പല മോശമാവുന്നതായ അവരുടെ ഉത്സവങ്ങളിലേക്കും മറ്റും റസൂലുള്ളാഹിനെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരം വെളുക്കുക വരെ നബി ഉറങ്ങിപ്പോയി, ഒന്നും കണ്ടില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ കണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അല്ലാഹു വിശുദ്ധമാക്കി. നിരോധിക്കപ്പെട്ടതായ കാര്യങ്ങൾ കാണുന്നതിന് തൊട്ട് വരെ റസൂലുള്ളാഹിൻ്റെ കണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കി എന്നുള്ളതാണ്. ഇത് എല്ലാ അമ്പിയാക്കന്മാർക്കുള്ളതാണ്. വഫല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്നാൽ അമ്പിയാക്കന്മാർ അവരുടെ ദഅവത്ത് ഏറ്റെടുത്തതിന് ശേഷം പല അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാലോ, മഹ്ശറയിൽ ജനങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടാവുമ്പോൾ എല്ലാവരും പറയും ആദം നബീൻ്റെ അടുത്ത് പോകാമെന്ന് പറയും. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്ന് പറയും, ആദം നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, നിങ്ങൾ അബുൽ ബഷറല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് നിങ്ങളല്ലേ. ഇങ്ങനെ പലതും പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റാണെന്ന് ധരിക്കപ്പെടാൻ പറ്റതായ ചില വാർത്തകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയപ്പെട്ടു. ഫഅസ ആദമു റബ്ബഹു എന്ന് പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിക്ക് മാറ് കാണിച്ചു, നിരോധിക്കപ്പെട്ട പഴത്തിൽ നിന്ന് തിന്നു എന്നൊക്കെ. അപ്പോൾ ആ നിലക്ക് വിമർശിക്കപ്പെടാൻ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയപ്പെടാൻ പറ്റുന്ന എന്തോ ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു സംസാരം ഉണ്ടായി. അപ്പോൾ ആദം നബി പറഞ്ഞു, ഞാനില്ല, അതിനാണ് നിങ്ങൾ നൂഹ് നബീൻ്റെ അടുത്ത് പോയിക്കൊള്ളി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇങ്ങനത്തെ ഒരു കാരണം പറഞ്ഞു പോയി. ഇബ്രാഹിം നബീൻ്റെ അടുത്തേക്ക് പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമീപത്ത് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബിയും പറയും,
എനിക്കും ഞാൻ തെറ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ വേണ്ടാത്തത് പറഞ്ഞു എന്നൊക്കെ ഉള്ള ചില ആരോപണങ്ങൾ എന്നെ പറ്റിയിട്ടുണ്ടല്ലോ. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്തതുപോലെ തന്നെ എന്നെ യക്ദിബി ഇബ്രാഹിമും ഇല്ലാ സലാസ കദിബാത്തില്ല. ഇബ്രാഹിം നബി 3 പൊള്ളല്ലാതെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അത് പൊള്ളല്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 പൊള്ളല്ലാതെ പറഞ്ഞിട്ടില്ല. ഒന്ന് ഇവങ്ങളെ തച്ചോടിച്ചത് ആരാധന ചോദിച്ചപ്പോൾ ഫഅലുഹു കബീറുഹും, വലിയ ആളാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. മൂപ്പരെ സഖീമെന്ന് മൂപ്പര് പറഞ്ഞു. ബായനെ സംബന്ധിച്ച് ഹാദാ ഉഖ്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ 3 കാര്യങ്ങൾ, അപ്പോൾ 3 അല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സംശയം വരും. കാല ഹാദാ റബ്ബി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു. സൂര്യനെ കണ്ടപ്പോഴും ചന്ദ്രനെ കണ്ടപ്പോഴൊക്കെ ഹാദാ റബ്ബി, അപ്പോൾ 3 1 4 ആയില്ലേ എന്നുള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാദാ റബ്ബി എന്ന് പറഞ്ഞു എന്നല്ല. അപ്പോൾ അത് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ വ്യാഖ്യാനത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുമല്ല. പക്ഷേ ഇമാം ബുഖാരി തങ്ങൾക്ക് റിവായത്തനുസരിച്ച് ല യക്ദിബ് ഇബ്രാഹിം ഇല്ലാ സലാസ കദിബാത്ത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും കളവ് പറഞ്ഞു എന്ന് ആരോപിക്കപ്പെടുന്ന എന്തോ ഒരു വർത്തമാനം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും അവരോട് ചോദിക്കുമല്ലോ, നിങ്ങളാണോ നിങ്ങളെയും നിങ്ങളെ ഉമ്മാനെയൊക്കെ ഇലാഹാക്കണം നിങ്ങൾ പറഞ്ഞിനോ? അങ്ങനെയല്ല, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതായ ഒരു പ്രചരണം, ഒരു ദുഷ്പ്രചരണം മഹാനാവുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ട്. അപ്പം ഇങ്ങനത്തെ ഏതെങ്കിലും നിലക്കുള്ളതായ എന്തെങ്കിലും പിന്നീട് ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു സംഗതിയും നബിയെ തങ്ങൾക്കില്ല. അതിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ തങ്ങളെ കാത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മുഹമ്മദൻ റസൂലുള്ളാഹി എത്തിയതുകൊണ്ട് അവിടെ ചെന്ന് നബിയോട് പറഞ്ഞോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ നുബുവത്തിൻ്റെ ശേഷമോ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിമർശനങ്ങളോ എന്തെങ്കിലും ആക്ഷേപങ്ങളോ പറയപ്പെടാൻ പറ്റിയതായ ഒന്നുപോയില്ല. ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ചു. മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത നിലക്കുള്ള ഒരു ശുദ്ധീകരണമാണ് നുബുവത്തിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ശുദ്ധീകരണം. മലക്ക് വന്നു, എന്തോ നെഞ്ച് കീറി, അതിൽ നിന്നെന്തോ ഒഴിവാക്കി. രണ്ടാമത് നുബുവത്ത് വഹയിന് മുമ്പായിട്ടുള്ള മറ്റൊരു ശുദ്ധീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ആ ഒരു പ്രത്യേക മിഅ്റാജ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഒരു കൂടിക്കാഴ്ച. അള്ളാഹുവിൻ്റെ ഭരണ വ്യവസ്ഥയിലുള്ളതായ സർവ്വസംഗതികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മൂന്നാമത് ഒരു ശുദ്ധീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നടത്തി. ഈ നിലക്ക് പൂർണ്ണമായി ശുദ്ധീകരണം നടത്തിയ ഏതെങ്കിലും നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ രൂപത്തിന് മുമ്പോ രൂപത്തിന് ശേഷമോ അല്ലെങ്കിൽ മരണത്തിന് ശേഷമോ പറയപ്പെടാൻ പറ്റുന്നതായ എന്തെങ്കിലും ഒരു ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നതിനെ തൊട്ട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമാവുന്ന ഒരു സംരക്ഷണം അല്ലാഹു ഏർപ്പെടുത്തി. അതാണ് വഫല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അല്ലാതെ ദോഷമുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്നല്ല. അപ്പോൾ എന്തോ ആവട്ടെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധനാക്കി വളരെ പരിശുദ്ധമാകുന്നതായ ഒരു തബീയത്തിൻ്റെ ഉടമയാക്കി. ഏതുവരെയെന്നറിയോ? അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോൾ ആ അമ്പിയാക്കന്മാർക്കുള്ളതായ കുടുംബ പശ്ചാത്തലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരിഗണിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടുള്ള ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചല്ലോ, പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൽപ്പെട്ടൊരു ചോദ്യമാണ് കൈഫ റസബുഹു ഫീക്കും. ഈ രൂപത്തിലെ ദഅവ ചെയ്യുന്ന ഈ മനുഷ്യൻ, ഇയാളുടെ തറവാടിൻ്റെ സ്വഭാവം എന്താണ്? ഇങ്ങനെ തറവാടിൻ്റെ സ്വഭാവം ചോദിക്കുന്നത്. ഒരു രൂപത്ത് നൽകപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ ആബായിൽ നിന്നിട്ട് ഇസ്തിഫാദത്ത് ചെയ്യുന്നതായ ചില സ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവം ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളാവണം. ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം എന്ന് റസൂൽ പറഞ്ഞു. ജാഹിലിയത്തിൽ ഉന്നതമാവുന്ന സ്വഭാവങ്ങളും ഉന്നതമാവുന്നതായ മറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, അവർ ഖിയാറുക്കും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വന്നാലും അവരിൽ ആ നന്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിനുള്ളതായ ഒരു പാപ്പയിൽ നിന്നിട്ടൊക്കെ
വന്ന് പരമ്പരാഗതമായി ഉണ്ടാവുന്നതായ ചില മോശമായ ദുഷ്ട സ്വഭാവ ഗുണങ്ങളുണ്ടാവും. ആ സ്വഭാവ ഗുണങ്ങൾ പിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കപ്പെടുകയായി. അതുകൊണ്ടാണ് ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചത്, അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും നബിമാർ വരില്ല, കൈഫ രസബുഹൂഫിക്കും എന്ന് ചോദിച്ചപ്പോൾ ഹിർക്കൽ ചക്രവർത്തിനോട് അബൂ സുഫിയാൻ അന്ന് മുസ്ലിമായിട്ടില്ലേ എന്ന് അയാൾ പറഞ്ഞ മറുപടി എന്താ? ഇദ്ദഹൂദൂ നസബിൻ ഫീനാൻ, ഞങ്ങളുടെ കൂടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പോൾ ഹിർക്കൽ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെയാണ് ഫക്കദാലിക്കത്തു ബഅസുൽ അംബിയാ ഫീ നസബി ഖൗമിഹിം, അമ്പിയാക്കന്മാർ അങ്ങനെയാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അവരുടെ ആ കുടുംബത്തിൽ നിന്ന് ഉത്തമമാവുന്ന കുടുംബത്തിൽ നിന്നായിരിക്കും അവർ. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു റസൂലുള്ളാഹിയിലുണ്ടാവുന്ന ഒരുപാട് നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ സംബന്ധിച്ച് പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? നബിയുടെ ചരിത്രം, നബിയുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കാന ഖുലുഖുഹു അൽ ഖുർആൻ, അത് ഖുർആൻ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്താൽ മതി. ഒരു മുഅ്മിനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളൊക്കെ ഖുർആനിൽ എന്തായിട്ടുണ്ട്? അപ്പം നബിയുടെ ചരിത്രം അത് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നബിക്കുള്ളതായ വ്യക്തിത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ആദരിക്കണം, ഏതെങ്കിലും വിദ്യാർത്ഥമുള്ള ഒരു വാക്കുപോലും നബിയോട് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലാത്ത ഖൂലു റാഇന ഓ ഖൂലു ദുർറ. നബിയെ തങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്നുള്ളതിന് റാഇന എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. റാഇന എന്ന് പറഞ്ഞാൽ നോക്കി എന്നുള്ള അർത്ഥമുണ്ട്, ഞങ്ങൾ ശ്രദ്ധിക്കുന്ന അർത്ഥമുണ്ട്. ഇതല്ലാത്തൊരു മോശമായ അർത്ഥം എനിക്കുണ്ട്. ആ മോശമായ അർത്ഥം ഉണ്ടായതുകൊണ്ട് ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പാടില്ല എന്നാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നബിൻ്റെ ശബ്ദത്തിൻ്റെ മേലെ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ബഅദ, നിങ്ങൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ എന്താക്കിയത്? ആ നിലക്കുള്ള ശബ്ദം ഉയർത്താനും പാടില്ല. അൻ തഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ നബിയുടെ ശബ്ദത്തിനേക്കാൾ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ആ നിലക്കുള്ള പ്രയോഗത്തിൽ നമ്മൾ സംസാരിച്ചു പോയാൽ നമ്മുടെ അമലുകൾ തന്നെ പൊളിഞ്ഞു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല നിലക്കുള്ള ആദാബുകളും ബഹുമാനങ്ങളും ഒക്കെ അതുണ്ടായാലേ നിങ്ങൾ ഈമാൻ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. നബിയോടുള്ള മഹബത്ത് നമ്മൾ ഉണ്ടാക്കി തീർക്കല്ല വേണ്ടത്. ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് അവൻ അറിയാതെ ഉണ്ടായി പോകണം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈന, ലോകത്തുള്ള സർവ്വസത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്തുകൾക്ക് ഉണ്ടാവണം. എന്നാൽ ഞങ്ങൾ ഈമാൻ പൂർണ്ണമാവുള്ളൂന്ന. അപ്പോൾ ഒരു മനുഷ്യനിക്ക് അവൻ്റെ ഈമാൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് ഉണ്ടാവണം. ആ മഹബത്ത് ശക്തമായ മഹബത്ത് ഉണ്ടാവണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് നമ്മൾ സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രൂപത്ത് നൽകപ്പെട്ടത് കൊണ്ട് നമ്മൾ സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ദീന് കൊണ്ട് നമ്മൾ സന്തോഷിക്കും. ഇത് എല്ലാം കൊണ്ടും സന്തോഷിക്കുന്നതായ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധമായ ശരീഅത്തിൽ ആ ശരീഅത്തിനെ പറ്റി എതിർക്കുന്ന എന്തെല്ലാം ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ തയ്യാറാവണം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളതായ മഹബത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് നമ്മുടെ വാക്കുകളിലും നമുക്കുള്ള പ്രവൃത്തികളിലും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് നമുക്കുണ്ടാവണം. ആ മഹബത്ത് ഉണ്ടായിട്ടില്ല എന്ന് വെക്കുക, അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈമാനിൽ നിന്നിട്ട് ഈ എല്ലാ നന്മകളും നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതിൻ്റെ മുമ്പന്തിയിലാവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത്. ആ മഹബത്ത് നമ്മൾക്ക് ഉണ്ടായിപ്പോണം. ഒരു ഭൂമിനായി തീർന്നു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അങ്ങനെ തന്നെ. ആ ജന്മദിനം ആ ജന്മദിനം എന്നുള്ള നിലക്ക് ഇതിനെ ആഘോഷിക്കണം എന്നാണ്. കാരണം അതൊരു ഭൂമിനാണെങ്കിൽ അവനക്ക് ജന്മദിനം ആഘോഷിക്കാതിരിക്കാൻ കഴിയൂല. ദാക്ക യൗമുൻ ഉലിത്തു ഫീഹി എന്ന് റസൂൽ പറഞ്ഞില്ലേ. റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, വ്യാഴാഴ്ച നോമ്പ് വെക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ വ്യാഴാഴ്ചൻ്റെ പുണ്യം ഒക്കെ ഞങ്ങൾക്ക് അറിയാം.
എന്തിനാ തിങ്കളാഴ്ച നോമ്പ് വിൽക്കാൻ കൽപ്പിച്ചു എന്ന് ചോദിച്ചു. റസൂൽ അതിന് മറുപടി പറഞ്ഞത് ദാക്ക യൗമുൻ വുലിത്തു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം. അപ്പോൾ ഏതോ ഒരു തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു. ആ ജനിച്ചത് പ്രബലമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12-നാണ്. ആ ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ ഒരു ദിവസത്തിലേക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ആഴ്ചയിലും ഇവിടെ മടങ്ങി വരുമ്പോൾ ആ എല്ലാ തിങ്കളാഴ്ചക്കും ആ പ്രാധാന്യമുള്ളതാണ്. ആ 12 എല്ലാ വർഷത്തിലും ഇവിടെ മടങ്ങി വരുമ്പോൾ ആ 12-നിക്കും ആ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഈ തിങ്കളാഴ്ചൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് എന്താ? ദാക യൗമുൻ വുലിത്തു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം. അപ്പോൾ മഹാന്മാരോട് ബന്ധപ്പെട്ട് അവരെ ജന്മദിനത്തിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹുന റക്അത്തൈനി, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നതിന് മുമ്പേ ജിബ്രീൽ മറുപടിയും പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? നിസ്കരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഹാദാ ബൈത്തുലഹമീൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി വുലിദ ഈസ, ഇവിടെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അമ്പിയാക്കന്മാരെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് ഒരു പുണ്യമുണ്ട്. പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഇബാദത്തുകളൊക്കെ അവിടെ ധന്യമാക്കണം. നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് കൽപ്പിച്ചു. റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് ആ തിങ്കളാഴ്ച നോമ്പ് വിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അന്ന് നോമ്പ് വിൽക്കാമെന്ന് മാത്രമല്ല, അന്ന് ഇബാദത്തുകളെ കൊണ്ട് ആ ദിവസത്തിനെ ധന്യമാക്കണം. ആ ഇബാദത്തുകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ആ ദിവസത്തിൽ. ഇപ്പോൾ റബീഉൽ അവ്വൽ 12 നമ്മൾ മൗലൂദ്. മൗലൂദ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അവസരത്തിൽ ഹസ്സാൻ ബിൻ സാബിത്തിനോട്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, യാ ഹസ്സാൻ ഉഹുജുൽ മുശ്രിക്കീൻ അല്ലെങ്കിൽ ഔഹാജിൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീകളെ ആക്ഷേപിച്ചുകൊണ്ട് നീ പാടണം എന്ന് പറഞ്ഞു. മുശ്രിക്കീകൾ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് പലതും പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി ഹസ്സാൻ ബിൻ സാബിത്തിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് എന്നോട് അത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു ഹസ്സാൻ ബിൻ സാബിത്തിനോട്, ഓ ജിബ്രീലു മഅക്ക്, ഹസ്സാനെ ജിബ്രീലും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ പാട്ട് പാടുമ്പോൾ നിൻ്റെ കൂടെ പാടാനോ അല്ലെങ്കിൽ നിൻ്റെ പാട്ടിലേക്ക് മറുപടി പറയാനോ ജവാബ് പറയാനോ ജിബ്രീലിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. എന്താണ് ഈ ഹസ്സാൻ ബിൻ സാബിത്ത് പാടുന്ന പാട്ട്? അദ്ദേഹം പാടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ്. ആക്ഷേപിച്ചവർക്ക് മറുപടി പറയുമ്പോൾ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിലുണ്ടാവും. അപ്പോൾ എന്നെ ആക്ഷേപിച്ചവർക്ക് നീ മറുപടി പറയുമ്പോൾ അതിൽ എൻ്റെ മദ്ഹുണ്ടായതുകൊണ്ട് ഹസ്സാനെ അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പാട്ട് പാടുന്ന പണിയല്ലല്ലോ. അപ്പോൾ ഓ ജിബ്രീൽ മഅക്ക്, ജിബ്രീലിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന ഈ പാട്ട് സാധാരണ ഒരു പാട്ടല്ല, ഇതൊരു പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്സാനെ. അത് എൻ്റെ മദ്ഹായതുകൊണ്ട് അതൊരു ദിക്റാണ്. അതുകൊണ്ട് ജിബ്രീൽ, കാരണം മലായിക്കത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ, അവർ സർവ്വസമയത്തും അല്ലാഹു എനിക്ക് ദിക്ർ ചെയ്യുന്നവരാണ്. ലാ യഅ്സുനല്ലാഹ മാ അമറഹും, അതിൻ്റെ പോലെ തബിയത്ത് അവരെ പ്രകൃതി കൊണ്ട് മലായിക്കത്തിന് സാധിക്കുള്ളൂ. മനുഷ്യന്മാരെ തബിയത്ത് പോലത്തെ തബിയത്ത് അല്ല വരുന്നത്. അപ്പോൾ തിന്മകൾ ചെയ്യാൻ അത് അവർക്ക് സാധിക്കൂല. അപ്പോൾ സർവ്വസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ദിക്റിലും തഹ്ലീലിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് മലായിക്കത്ത്. അപ്പോൾ ഓ ജിബ്രീൽ മഅക്ക്, ജിബ്രീലിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നീ ചെല്ലണ പാടുന്ന ഈ പാട്ട് എൻ്റെ മദ്ഹായത് കൊണ്ടിട്ട് ആ മദ്ഹ് നിൻ്റെ കൂടെ പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവുന്ന. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് അത് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. ആ ദിക്റായതുകൊണ്ട് ആ ദിക്ർ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആ ദിവസത്തിലെ പ്രത്യേകമായി കൊണ്ട് ആദരിക്കണ മറ്റുള്ളതായ പല കാര്യങ്ങളും ഇബാദത്തിൽ നിന്നുള്ള പല ഐറ്റങ്ങളുണ്ട്. ഈ ഐറ്റങ്ങളെ കൊണ്ടിട്ടൊക്കെ ഈ ദിവസത്തിൽ എന്താക്കണം? ബഹുമാനിക്കണം എന്നാണ്. അതാണ് ദാക്ക യൗമുൻ വുലിത്തു ഫീഹി. അപ്പോൾ ഏതോ റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി ജനിച്ചത്, അത് 12-ലാണെന്നുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12-ലാണ്, അത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും, അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നമ്മളെ നാടുകളിലൊക്കെ നോക്കിയാൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ പേരിലും മൗലിദുണ്ടാവും, അല്ലെങ്കിൽ പള്ളിക്കതൊരു മൗലിദുണ്ടാവും. എന്താ കാരണം? അന്ന് ആ ദിവസത്തിനെ ബഹുമാനിക്കണം. ദാക്ക യൗമുൻ വുലിത്തു ഫീഹി എന്നാണ്. അന്നത് നോമ്പ് കൊണ്ട് ബഹുമാനിച്ചാലും വേണ്ടില്ല, മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ട് ബഹുമാനിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹാവുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിട്ട് റസൂലുള്ളാഹിൻ്റെ മേലുള്ള സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള ബഹുമാനമായാലും വേണ്ടില്ല. ഒരു ബഹുമാനം ഒന്നും ഉണ്ടാവണമെന്ന് ആ ദിവസത്തിൽ. അത് വർഷത്തിലത് മടങ്ങി വരുമ്പോൾ 12 എന്നുള്ള നിലക്ക് അതിനെ പ്രത്യേകമായി കൊണ്ട് ബഹുമാനിക്കണം. അതാണ് നമ്മളെ നാടുകളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മഹബത്ത് ഒരു മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിൻ്റെ ഹൃദയത്തിൽ അത് അവൻ്റെ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിലക്ക് ഉണ്ടായിത്തീരണം.
അതുണ്ടായി തീർന്നിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പറയുന്നിടത്ത് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത ഭാഷകൾ ഉപയോഗിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ മറ്റുള്ള പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിൻ്റെ എതിരിൽ ശരീഅത്തിനെ എതിർക്കണവരുണ്ട്, ശരീഅത്തിലുള്ളതായ പല നിയമങ്ങൾ എതിർക്കണവരുണ്ട്. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ, 4 ഭാര്യമാരുണ്ടാവുന്ന എതിർക്കുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4-ലധികം ഭാര്യമാരുണ്ടായിരുന്നു, ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഇതിനെ പറ്റി പറയണം, ശരീഅത്തിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും അതിനെ എതിർക്കണം. അതിന് നമ്മൾ മറുപടി പറയണം. വിശുദ്ധ ഖുർആനിലുള്ളതായ പല ആയാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലുള്ളതായ പല ഹദീസുകളും, ഈ ഹദീസുകൾക്കൊക്കെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കിയാൽ ചില മോശമായ നിലക്കുള്ള ചിന്താഗതികൾ വന്നു ചേരും. അപ്പം അതുകൊണ്ട് അതിന് വളരെ നല്ല നിലക്ക് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. പണ്ഡിതന്മാർ നിലക്ക് അതിനെ മനസ്സിലാക്കണം. ആ നിലക്ക് മറ്റുള്ള പൊതുജനങ്ങൾക്കും അതിനെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ആ നിലക്ക് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മഹബത്ത്, നബിയുടെ ആ വിശുദ്ധമാവുന്ന ശരീഅത്ത് കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുക, നബിയുടെ സുന്നത്തുകളെ കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുക. വിശുദ്ധമാവുന്ന ഈ ഇൽമ്, ആ ഇൽമിനെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ നിലക്ക് ലോകത്തൊക്കെ ഈ ശരീഅത്തിൻ്റെ ഈ സന്ദേശം എത്തിക്കാനും, അതുപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെ കേരളം അല്ലാത്ത മറ്റിതര സ്റ്റേറ്റുകളിലൊക്കെ വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ. അവിടെയൊക്കെ ഈ ശരീഅത്തിൻ്റെ നിയമങ്ങളും ശരീഅത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. അതുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ അവിടെ നടപ്പിലെത്താൻ പോകുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധമായ ശരീഅത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു. ആരാണ് റസൂൽ ആരാന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്, താബീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ അറിയാത്തയും മനസ്സിലാക്കാത്തയും പല ആളുകളുണ്ട്. റസൂലുള്ളാഹി പണ്ടൊക്കെ കുട്ടികൾക്ക് വാപ്പാർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പ പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയും, റസൂലുള്ളാഹിൻ്റെ വാപ്പാൻ്റെ പേര് പറഞ്ഞു കൊടുക്കും, ഉമ്മാൻ്റെ പേര് പറഞ്ഞു കൊടുക്കും, റസൂലുള്ളാഹി എവിടെ ജനിച്ചു എന്ന് പറഞ്ഞു കൊടുക്കും, എവിടെയാണ് വഫാത്തായതെന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ റസൂലുള്ളാഹി എത്രാമത്തെ വയസ്സിലാണ്, ഇതൊക്കെ അന്ന് ഒരു കുട്ടിയെ നമ്മൾ മദ്രസ കൊണ്ടുപോയി ചേർത്തതിന് മുമ്പേ കുട്ടിക്ക് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ പ്രാഥമികമായിട്ട് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതായ സംഗതികളാണ്. ഇതൊക്കെ റസൂലുള്ളാഹിനോട് മഹബത്തുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനത്തെ സ്വഭാവങ്ങളും ഇങ്ങനത്തെ പഠിപ്പുകളും ഇങ്ങനത്തെ താരീമാത്തുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ അകന്നു പോയി. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ആദ്യമായും കൊണ്ട് എത്തിച്ചു കൊടുക്കേണ്ട ചില ഉലൂമുകളുണ്ട്. അത് നമ്മളെ കുട്ടികളെ ഹൃദയത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളെ ഈ കേരളത്തിലൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ പോലത്തെ സംഘടനകളൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് നമ്മൾക്കൊക്കെ ആ നിലക്ക് നമ്മളെ മദ്രസകളൊക്കെ ഉണ്ടായത് കൊണ്ടിട്ടൊക്കെ നമ്മളെ മക്കളൊക്കെ പ്രാഥമികമായി പഠിക്കേണ്ടതും അതിൻ്റെ അപ്പുറമുള്ള ഇൽമുകളൊക്കെ നമുക്ക് അഭ്യസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖുള്ളവർക്കൊക്കെ അമൽ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ ഇന്നലേക്കുള്ള വിശ്വാസം തന്നെ അറിയില്ല, ഈമാൻ എന്താണെന്നറിയില്ല, ഖുർആൻ എന്താണെന്നറിയില്ല, റസൂൽ ആരാന്നറിയില്ല, അള്ളാഹ് എന്താണെന്നറിയില്ല. ഇങ്ങനത്തെ ആളുകളാണ് മറ്റ് പല സ്റ്റേറ്റുകളിൽ. അവരിലേക്കൊക്കെ ഈ ദീനിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവരൊക്കെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാനും വേണ്ടി ആവശ്യമാവുന്ന നിർദ്ദേശങ്ങളും അതിൻ്റെ ഉപദേശങ്ങളൊക്കെ അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിനാവണം ഹുദവികളാവുന്ന പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാ നിലക്കുള്ളതായ പിന്തുണയും അതിനുള്ള സഹകരണമൊക്കെ എല്ലാവരിൽ നിന്നുണ്ടാവണമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നതായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ഷറുകളിൽ നിന്നും ഈ പ്രസ്ഥാനങ്ങളുടെ ഷറുകളിൽ നിന്ന് കള്ളത്തരീഖത്തുകൾക്കുള്ള ഷറുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെയും മറ്റുള്ള സർവ്വ ഷറുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യത്തിനൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഖ്യപ്രഭാഷകൻ ദാൽഹുദ സന്തതി മുനീർ ഹുദബി വെളിയിൽ സ്റ്റേജിലുണ്ട്. സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വേദിയിൽ പ്രകാശനം നടക്കുകയാണ്. ഇവിടെ ദാൽഹുദ ഷുഊർ മീലാദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ UAE
മൗലിദുർ റസൂൽ പ്രോഗ്രാമുകളുടെ ഭാഗമായി അബൂദാബി ഹാദിയ സംഘടിപ്പിക്കുന്ന ഇഷ്ക് മജ്ലിസ് പോസ്റ്റർ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദലവി ഹാജിക്ക് ദാൽ ട്രഷറർ സയ്യിദലവി ഹാജിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദാൽഹുദ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ബഹദ്ദീൻ ഉസ്താദ് അവറുകൾ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. അതിനായി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു.